ഓം നമോ ഭഗവതേ വാസുദേവായ. ഭഗവത്ഗീത. നാനാദേവന്മാരെ ആരാധിക്കുന്നതിലും പരിചരിക്കുന്നതിലും ഭഗവത്ഗീത എതിരാണ്. 7-ാം അധ്യായത്തിലെ 20 ശ്ലോകത്തിൽ ഇങ്ങനെ പറയുന്നു: ഭൗതിക ആഗ്രഹങ്ങളാൽ മേധാശക്തി നഷ്ടമായവർ ദേവന്മാർക്ക് ആത്മസമർപ്പണം ചെയ്ത് സ്വപ്രകൃതിയനുസരിച്ച് അവരെ വിവിധ നിബന്ധനകളോടുകൂടി പൂജിക്കുന്നു. കാമപ്രേരിതരായ ആളുകൾ പരമപുരുഷനായ കൃഷ്ണനെയല്ല ദേവന്മാരെയാണ് ആരാധിക്കുന്നതെന്ന വസ്തുത ഇവിടെ തുറന്നു പറഞ്ഞിരിക്കുന്നു. കൃഷ്ണനാമം എന്ന് പറയുമ്പോൾ ഒരു വിഭാഗീയ നാമത്തെയല്ല നാം ഇവിടെ സൂചിപ്പിക്കുന്നത്. കൃഷ്ണനെ എന്നാൽ അത്യുന്നതമായ ആനന്ദം എന്ന അർത്ഥം. പരമപുരുഷനാണ് എല്ലാ സുഖങ്ങളുടെയും സംഭരണി അല്ലെങ്കിൽ കലവറ എന്നു പറയുന്നത്. നാമെല്ലാം സുഖം അന്വേഷിക്കുകയാണ്. ജീവസത്തുക്കൾ ഭഗവാനെ പോലെ തന്നെ പ്രജ്ഞാപൂർണരാണ്. അവർ സന്തോഷം തേടുന്നു. ഭഗവാൻ എന്നെന്നും സന്തുഷ്ടനാണ്. ജീവസത്തുക്കൾ ഭഗവാനുമായി യോജിച്ചാൽ, അവിടുത്തെ ഐക്യപ്രവർത്തനത്തിൽ സഹകരിച്ചാൽ അവരും സന്തുഷ്ടരാകും. ഈ നശ്വര ലോകത്തിൽ ഭഗവാൻ അവതരിക്കുന്നത് തൻ്റെ ആനന്ദപൂർണമായ വൃന്ദാവന ലീലകളെ കാണിച്ചു തരാനാണ്. ശ്രീകൃഷ്ണ ഭഗവാൻ വൃന്ദാവനത്തിലായിരിക്കുമ്പോൾ തൻ്റെ സുഹൃത്തുക്കളായ ഇടയന്മാർ, ഗോപികമാർ, മറ്റു വൃന്ദാവന നിവാസികൾ, പശുക്കൾ ഇവരോടൊപ്പം ചെയ്ത ലീലകളെല്ലാം ആനന്ദഭരിതങ്ങളാണത്രേ. വൃന്ദാവന നിവാസികൾക്കും കൃഷ്ണനെക്കുറിച്ചല്ലാതെ ചിന്തയിൽ ഉണ്ടായിരുന്നില്ല. എന്നാൽ ഭഗവാൻ കൃഷ്ണൻ തൻ്റെ പിതാവായ നന്ദമഹാരാജാവിനെ പോലും ഇന്ദ്രദേവനെ ആരാധിക്കുന്നതിൽ നിന്നും വിലക്കി. എന്തെന്നാൽ ജനങ്ങൾ ദേവന്മാരെ പൂജിക്കേണ്ടതില്ലെന്ന സത്യം സിദ്ധമാക്കാൻ അവിടുന്ന് ആഗ്രഹിച്ചു. അവർ പരമപുരുഷനെ മാത്രം ആരാധിച്ചാൽ മതി. കാരണം അവരുടെ ആത്യന്തികമായ ലക്ഷ്യം അവിടുത്തെ ധാമമാണ്. ഭഗവത്ഗീതയിലെ 15-ാം അധ്യായത്തിലെ 6-ാമത്തെ ശ്ലോകം ശ്രീകൃഷ്ണന്റെ ധാമത്തെക്കുറിച്ച് വിവരിക്കുന്നുണ്ട്. ഓം നമോ ഭഗവതേ വാസുദേവായ. സർവം കൃഷ്ണാർപ്പണമസ്തു.